തെക്കാനും വടക്കാനും നടന്നാൽ സംഘടന ഉണ്ടാവില്ല. എന്താ ലാഭം കിട്ടുക എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയും മത്സരിക്കാൻ പുറപ്പെട്ടാൽ അതിന് സംഘടന നോക്കാൻ ആള് വേണം. അപ്പോൾ സംഘടനയുമില്ല, നിങ്ങൾക്ക് ആശയവുമില്ല, രാഷ്ട്രീയവുമില്ല. അത് വളരെ വളരെ ഗൌരവതരമായ പ്രശ്നമാണ്. കേരളത്തിലെ സ്ഥിതി ഇന്ന് ആസാം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കുറച്ച് ആശങ്കയുള്ളതാണ്. പണ്ടേ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, ഞങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് കോൺഗ്രസ് എന്നും, എപ്പോ വേണമെങ്കിലും ഡെപ്പോസിറ്റ് പിൻവലിക്കാം എന്നതുപോലെ ഞങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയാൾ വരെ കോൺഗ്രസാണ്, കോൺഗ്രസ് നേതാവ് BJP ആയിട്ടാണ് മുഖ്യമന്ത്രിയായത് ആസാമിൽ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, അതായത് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഞങ്ങളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം, ഒരു വിഭാഗം, ഒരു പുതിയ കോൺഗ്രസ് ഉണ്ടാക്കാം, ഒരു പുതിയ പാർട്ടി. എന്നിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് BJPയുമായിട്ട് ഐക്യം ഉണ്ടാക്കാം, NDAയുടെ ഭാഗമാവാം. അല്ലാണ്ട് ഇന്നത്തെ രീതിയിൽ ഈ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. BJPയിൽ നേരിട്ട് പോയാൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് വലിയ ശക്തിയായ എതിർപ്പ് രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒറ്റ വഴിയാണ്, ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കുക, ആ പാർട്ടി BJPയുമായിട്ട് ഐക്യം ഉണ്ടാക്കുക, അതിന് BJPയുടെ പിന്തുണ നേടുക. അതിനുവേണ്ടി ഇപ്പോഴേ പുറപ്പെട്ടു. ഈ ഇലക്ഷൻ ഇടയിൽ കയറി വന്നതുകൊണ്ട് തൽക്കാലം ചർച്ച മാറ്റിവെച്ചിരിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ 2026 ഉന്നം വെച്ചുകൊണ്ടുള്ള ചർച്ച നടത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ ഗൌരവമുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഓരോരാളെ പറ്റിയും നമുക്ക് ഉത്കണ്ഠയുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് തന്നെ മത്സരിക്കുകയാണ്, സുധാകരന്റെ PA ഇപ്പോൾ BJP ചേർന്നു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം BJP ചേർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോൾ വേണമെങ്കിലും BJP ചേരുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളാണ് KPCC പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ അനുയായി തന്നെയായിരുന്നു ഇപ്പോൾ അവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന, ധർമ്മടത്ത് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് രഘുനാഥ്. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ സജി മഞ്ഞക്കടമ്പൻ ഇപ്പോൾ പോയിരിക്കുകയാണ്. മാത്രമല്ല അവിടെയെല്ലാമുള്ള നിരവധി കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കരുണാകരന്റെ മകളെ സംബന്ധിച്ചും പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ കൊച്ചുമകൾ സുജാത മേനോൻ, രാഹുൽ ഗാന്ധിയുടെ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകിയ വയനാട്ടിലെ DCC ജനറൽ സെക്രട്ടറി VM സുധാകരൻ, മുൻ AICC അംഗവും ആറ്റിങ്ങലിലെ മുൻ സ്ഥാനാർത്ഥിയായി തങ്കമണി ദിവാകരൻ, തിരുവനന്തപുരത്തെ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും VN ഉദയകുമാർ, KPCC എക്സിക്യൂട്ടീവ് അംഗവും കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവുമായ മഹേശ്വരൻ നായർ, സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ്, ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇനിയും അപ്പുറത്ത് എത്തിയിട്ടില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇതാണ് കോൺഗ്രസ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മനഃപൂർവ്വം ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാൻ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ചെറുതായി കാണേണ്ടതില്ല. വ്യാജ സർവേകളും വ്യാജ വാർത്തകളും ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ തുടർച്ചയായി അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും പൊതുസമ്മേളനങ്ങളെ അതിന്റെ പ്രക്ഷേപണം പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഇന്നലെയുൾപ്പെടെ വൻതോതിൽ പ്രചരിപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ അജണ്ടകളോടോ BJPക്കും കോൺഗ്രസിനും വേണ്ടി വേഷം കെട്ടി നടക്കുന്ന പല മാധ്യമങ്ങളും ഇപ്പോഴും ആ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലും ഇടതുപക്ഷത്തിന്റെ കുന്തമുന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന LDF പ്രവർത്തകർക്കെതിരായിട്ടാണ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഈ മാധ്യമങ്ങളാകെ മാധ്യമ തിരസ്കരണത്തെ കവച്ചുവെച്ച് മികച്ച പ്രചാരണ ശൃംഖല ഒരുക്കാൻ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപൃതരായ നിരവധി ആളുകൾ
ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കാണാൻ ആഗ്രഹിക്കുന്ന നില ഇപ്പോഴുണ്ട് എന്ന് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ചലനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം പരാജയം മണത്ത UDFും BJPയും പണവും മദ്യവും നിരവധിയായ മേഖലയിൽ ഒഴുക്കുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് കോളനികൾ ഉൾപ്പെടെ പാവപ്പെട്ട മനുഷ്യന്റെ വോട്ടിന് വില നിശ്ചയിച്ച് പണം നൽകുന്ന നിലപാട് കേരളത്തിന്റെ വിവിധ മേഖലയിലുണ്ട്. തിരുവനന്തപുരത്ത് അത് വളരെ കൂടുതലാണ്. അതിൽ BJPയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. കോൺഗ്രസും ആറ്റിങ്ങൽ കോൺഗ്രസ് തന്നെയാണ്. ബിജു രമേശൻ കൃത്യമായിട്ട് കോളനിക്കകത്ത് നിന്ന് പിടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ പണവുമായി 2 മോട്ടോർ ബൈക്കിലാണ്, കാറിലാണ് ഇദ്ദേഹത്തിന്റെ ഒപ്പം ഗൺമാൻ ഔദ്യോഗികമല്ല, ഒരു ഗണ്ണും കൊണ്ട് നടക്കുന്നവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. തോക്ക്. അവസാനം പോലീസ് കേസെടുത്ത് വിട്ടു. പണം കൊടുക്കാനാണ്. പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഇവനെയൊക്കെ ജനങ്ങൾ തന്നെയാണ് പിടിക്കേണ്ടത്. പോലീസിൽ ഏൽപ്പിച്ച പോലീസ് ഇവനിങ്ങോട്ട് പോയിട്ട് ജാമ്യത്തിന് വിടുകയ്യ. അതാണ് അതിന്റെ നിയമവ്യവസ്ഥ. അത്രയേ ഉള്ളൂ. പിന്നെ പണം ഒപ്പം കിട്ടിയിട്ടുമില്ല. ബൈക്കുകാരൻ പണം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കള്ളവോട്ടിനുള്ള ശ്രമം, ഇതൊക്കെ നേരത്തെ തന്നെ ഇപ്പോഴും പുറത്തു വന്ന വിവരങ്ങളാണ്. ആദ്യം LDFനെതിരായിട്ട് പ്രയോഗിക്കാനാണ് ഉദ്ദേശിച്ചത്. നേരത്തെ നോക്കുമ്പോൾ കൂടുതൽ ഭൂരിപക്ഷവും UDF ആണെന്ന് മനസ്സിലായതോടുകൂടി നിങ്ങൾ മനോരമയും മാതൃവും ഉൾപ്പെടെയെല്ലാം അത് അങ്ങോട്ട് മെല്ലെ മാറ്റിവെച്ചു. ആദ്യം കല്യാശ്ശേരി വലിയ പ്രശ്നമായിരുന്നു. കല്യാശ്ശേരി പറഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായത് കല്യാശ്ശേരി മാത്രമല്ല, അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്, അതെല്ലാം UDF ആണ് എന്നപ്പോൾ പിന്നെ അതങ്ങോട്ട് മാറ്റി. എന്തു പറയാൻ യാതൊരു അറപ്പുമില്ലാതെ കള്ളപ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെല്ലാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കള്ളവോട്ട് ശക്തിയായിട്ട് എതിർക്കേണ്ടിയുണ്ട്. ജനങ്ങളതിനെ നല്ലതുപോലെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയുമ്പോഴും പറയാറുള്ളത്. ഈ രീതിയിൽ കേരളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ വിധി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവാൻ പോവാണ്. കേരളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക. ഇവിടെ CPIയും നിർത്തിയ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ LDFന്റെ ഭാഗമായിട്ട് നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കുന്ന ഒരു പുതിയ തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.